ഇതെന്തെങ്കിലും ആവട്ടെ, എന്തിനാ പ്രശാന്ത ഇതൊക്കെ കാര്യമാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇവർ കക്കുന്നു മുടിക്കുന്നു എന്തെങ്കിലും ആക്കുന്നു, ഒരു കുടുംബവും എല്ലാം അടിച്ചു കൊണ്ടുപോകുന്നു, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, യു ബി ഓൺ ദ സേഫ് സൈഡ്. ഇത് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചുമ്മാ ലീവ് എടുത്തങ്ങ് പോവാം, അല്ലെങ്കിൽ ഫയൽ എഴുതാതിരിക്കാം. അങ്ങനെയൊക്കെയുള്ള അഡ്വൈസസാണ്. അല്ലെങ്കിൽ ഡെപ്യൂട്ടേഷന് പോയിക്കൂടെ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ, സ്റ്റഡി ലീവ് പോവാം, ഇങ്ങനെ 100 കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഭീരുവാവരുത്. നമുക്കൊരു ജീവിതമേ ഉള്ളൂ. ഈ ഒരു ജീവിതത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന, എൻ്റെ കൺമുന്നിൽ വന്ന, എൻ്റെ കയ്യിൽ, എൻ്റെ ഫയലിൽ വന്ന ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ ഒളിച്ചോടേണ്ട എന്ത് കാര്യമാണുള്ളത്? ഞാൻ ഇതിനു വേണ്ടിയല്ലേ പരീക്ഷ എഴുതി ജോലിയിൽ വന്നത്. എൻ്റെ കർമ്മം എന്താണ്? എൻ്റെ കർമ്മം എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യസന്ധമായിട്ട് തോന്നുന്ന അഭിപ്രായം എനിക്ക് ഫയലിൽ എഴുതാനാണ്. അത് എഴുതാതിരിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പോയി പണി നോക്കാൻ പറയാന്നുള്ളതും എൻ്റെ കർമ്മം. ആരാണ് ഈ ഭീഷണിപ്പെടുത്തിയതെന്നുള്ള കാര്യം തുറന്നു പറയാൻ കഴിയുമോ? പിന്നെ എത്ര തവണ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇത് പല ഫയലുകളിലും ഒപ്പീനിയൻ എഴുതിയതിനു ശേഷം ഈ ഡോക്ടർ ജയതിലക് വഴി അനവധി തവണ റവന്യൂവിനകത്തുനിന്ന് ഈ ലാൻഡ് പർച്ചേസ്, പല കേസുകളും ലാൻഡ് പർച്ചേസ് അദ്ദേഹം, ജയതിലകിനും ശാരദാ മുരളീധരനും അപ്പുറത്തേക്ക് മറ്റ് കണ്ണികൾ വേറെയും ഉദ്യോഗസ്ഥരുണ്ട്. അതിൽ പലരും ഇതിൽ എത്രത്തോളം ഇൻവോൾവ് ആണെന്നുള്ളത്, അതായത് ക്രൈം ആസ്പെക്റ്റ് ഉണ്ട് അതിനകത്ത്. 2 രീതിയിൽ കാണണം. ഒന്ന്, ഇതിന് ഗൂഢാലോചന നടത്തി ഇതിനു വേണ്ടി ക്രൈം, അതിൻ്റെ ഒരു അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാശുമൊക്കെ മേടിച്ച് ചെയ്യുന്നവർ. പിന്നെ കുറേ ഭീരുക്കളുണ്ട് ഇതിനകത്ത്. ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ അതാത് സമയത്തെ അപ്പോൾ കാണുന്നവനെ അപ്പോൾ എന്ന് വിളിക്കുന്ന എന്ന് പറയുന്ന, തമാശക്ക് പറയുന്ന പോലത്തെ ആൾക്കാർ. അന്നത്തെ ഭരണത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അവിടുത്തെ ഒരു പ്യൂൺ വിളിച്ച് പറഞ്ഞാലും എണീറ്റ് എന്ന് തൊഴുന്ന അങ്ങനെയും ആൾക്കാർ കുറേ ഉണ്ട് നമ്മുടെ സർവീസിൽ മാത്രമല്ല, താഴോട്ടുമൊക്കെ. നമുക്ക് റെസ്പെക്റ്റ് തോന്നുന്നത് ഇങ്ങനെ ഈ IAS-ൻ്റെ വലിയ ചട്ടക്കൂടും ഈ സുരക്ഷയും ഇതൊന്നുമില്ലാത്ത എത്രയോ ഉദ്യോഗസ്ഥർ സത്യസന്ധമായിട്ട് ഫയലിൽ കാര്യങ്ങൾ എഴുതി എന്നുള്ളതാണ്.